Hello, Assalamu alaikum. Welcome back to my channel. Hope all are doing great. ഇന്ന് ഞങ്ങൾക്ക് സ്നോ ഡേ ആണ്. അപ്പം എല്ലാവരും റെഡിയായി പോവാൻ നിൽക്കുകയാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണാം. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട്. അപ്പം ഞങ്ങൾ സോലാങ് വാലിയുടെ താഴെയാണ് കേട്ടോ പോയത്. അപ്പം ആ പോകുന്ന വഴിക്കൊക്കെ റോഡിന് ഇരുവശത്തുമായിട്ട് ഈ മഞ്ഞിൽ കളിക്കുമ്പോൾ ഇടേണ്ട ഡ്രസ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി എല്ലാവരും ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു ഇട്ടു. അപ്പോൾ ആ ഷൂസിനും ഡ്രസ്സിനും കൂടി 250 രൂപയാണ് ഒരാൾക്ക് വരിക. അപ്പം അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കുറച്ച് അവിടുന്ന് വണ്ടി കയറി കുറച്ച് ഒരു 5 മിനിറ്റോളം പിന്നെ പോകേണ്ടി വന്നു. എന്നിട്ടാണ് ഞങ്ങൾ പ്രോപ്പർ സ്നോ ഉള്ള സ്ഥലത്തെത്തിയത്. സോലാങ് വാലിയുടെ നേരത്തെ സോലാങ് വാലിയിൽ പോകുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ അവിടെ നല്ല മഞ്ഞായതുകൊണ്ട് ഓൾറെഡി എല്ലായിടത്തും നല്ല മഞ്ഞാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം സോലാങ് വാലിയിൽ ആ ടൈമിൽ നല്ല സ്നോഫോൾ കാരണം അവിടുത്തെ ഗെയിംസൊക്കെ നിർത്തി വെച്ചിട്ടാണുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ, പിന്നെ മഞ്ഞ് കളിക്കാൻ എവിടെ ആയാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ നിന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലായി, ഏതായാലും മഞ്ഞ് കളിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എവിടെ ഇറങ്ങി എല്ലാവരും. അവിടെ എത്തി ഞങ്ങൾ അവിടുന്ന് ഫസ്റ്റ് ചെയ്ത ഗെയിമായിരുന്നു ഈ സിപ്പ് ലൈന്. അപ്പോൾ അവിടെ ഗോപ്രോയിൽ അവരുടെ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടി 300 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ 2 ആൾ പോകുമ്പോൾ ഒരാളങ്ങോട്ടും ഒരാളിങ്ങോട്ടും പിടിച്ചാൽ മതി എന്നുള്ളതിൽ അങ്ങനെ 2 ആൾ വെച്ചിട്ട് 150 വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇത് ചെയ്തത്, ഗോപ്രോയിൽ വീഡിയോ എടുത്തത്. നല്ല രസമായിരുന്നു സംഭവം. കാരണം ഇതിൽ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തും, കുറച്ച് വെയിറ്റ് കുറഞ്ഞവർ അവിടെ എത്താനാവുമ്പോൾ തങ്ങി നിൽക്കും പകുതിക്കുന്ന്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും പോവില്ലായിരിക്കും എന്ന്. ഞാനും ഫബിത്തയും കൂടിയായിരുന്നു ഞങ്ങളെ സമയത്ത് പോയത്. അപ്പോൾ ഫബിത്ത ഒരു സ്ഥലത്തെത്തിയപ്പം കുടുങ്ങി. അപ്പം ഞാൻ വെച്ച് ഞാൻ കുടുങ്ങില്ല, ഞാൻ അങ്ങോട്ട് എത്തുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഞാനും കുടുങ്ങി, എങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ആകെ ടെൻഷൻ ചെയ്ത് എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. പിന്നെ അതിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് പിന്നെ കയറിൽ ആ റോപ്പിൽ തൂങ്ങി വന്നിട്ട് ഞങ്ങളെ പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്ത ഗെയിമായിരുന്നു ഈ ഒരു സംഭവം. ഒരു ടയറിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ അവർ ആ ടയറിന് കയറി കെട്ടിയിട്ടുണ്ടാവും, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരിക. അത് നല്ല രസമായിരുന്നു. പിന്നെ താഴെ എത്തിയതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള മാഗി കഴിച്ചു. ഈ ഒരു കാലാവസ്ഥയ്ക്ക് അവിടുത്തെ ആ മാഗിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു സത്യത്തിൽ.
അതിന് ശേഷമാണ് ഞങ്ങൾ സ്കീയിങ് ചെയ്തത്. സ്കീയിങ് ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് പറ്റുമോ ഇല്ലയോ അറിയില്ലല്ലോ, ഞങ്ങൾ ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ ആകെ ടെൻഷനുണ്ട്. കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ വീഴുന്നതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ടെൻഷനായി. ഞാനും വീഴോളി, കാരണം ഐസാണ് താഴെ. നടുവും തല്ലി വീണാൽ പിന്നെ പറയണ്ട, നല്ല വേദനയുണ്ട്. ഞാൻ അതിലിടയ്ക്ക് 1-2 പ്രാവശ്യം വീണിട്ടുണ്ടായിരുന്നു. അപ്പം പ്രതീക്ഷിക്കാതെ വീഴുന്നതുകൊണ്ടേ നല്ല വേദനയുണ്ട്, ചന്തിയും കുത്തി വീണതുകൊണ്ട്. അപ്പോൾ ഇതും കൊണ്ടെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ. ഒരാൾ വീഴുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാം പോയി. പക്ഷെ എന്തോ ഭാഗ്യം, ഞാൻ അങ്ങനെ ഇതിലൊന്നും വീണിട്ടില്ല. പക്ഷെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വന്ന് രണ്ടാമത്തെ റൗണ്ടിലേക്ക് തിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ പിന്നിലടിച്ചിട്ട് ഞാൻ വീണുപോയി. അങ്ങനെ ഒരു വീഴ്ച പറ്റി. പക്ഷേ കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കാത്തത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ ഒരാഗ്രഹം സാധിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ ഈ കാണുന്ന പോലെ അത്ര ഈസിയൊന്നും അല്ല കേട്ടോ ഈ സംഭവം കാലിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. പടച്ചോനെ, ഇതെങ്ങനെയാണ് അങ്ങോട്ടൊന്ന് തിരിക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു. അത്രയും എന്താ പറയുക, നമുക്ക് കാലൊന്ന് നീക്കി വെക്കാൻ പോലും ശരിക്കും സൈഡോട്ടൊന്നും ആക്കാൻ പറ്റില്ല. അത്രയും ഒരു നമ്മളെ കാലെന്തോ വച്ച് കെട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അതൊരു നീളമുള്ള സാധനം ഇങ്ങനെ വലിച്ച് നടക്കാനേ അതിൽ പറ്റുള്ളൂ. എല്ലാവരും ഒന്നും സ്കീയിങ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് സ്നോമാൻ ഉണ്ടാക്കുന്ന മത്സരം വെച്ചു. അതിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് വിന്നറായത്. ഞങ്ങളത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ചെറുതായിപ്പോയി സംഭവം, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിലെടുക്കാണ്ട് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന്. പിന്നൊന്നും ആലോചിച്ചില്ല, അങ്ങ് പുറപ്പെട്ടു. അത്ര തന്നെ 300 രൂപയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാർജായത്. എനിക്കിതുപോലുള്ള അഡ്വഞ്ചേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ നമ്മൾ പറ്റുന്നതും നമ്മുടെ ഇതുപോലുള്ള ചെറിയ ഇതായാലും വലുതായാലും നമ്മളെക്കൊണ്ട് കഴിയുന്നത് അഡ്വഞ്ചേഴ്സൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ആ പേടികളെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പേടികളുണ്ടെങ്കിൽ അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു പേടിയും തോന്നിയിട്ടുമില്ല. നല്ലതായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഞങ്ങളുടെ സ്നോ ഡേ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്നായിരുന്നു ഞങ്ങളെ മഞ്ഞൾ കളിക്കുമ്പോൾ ആ ഡ്രസ്സും ഷൂസും എടുത്തിരുന്നത്. അപ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ തിരിച്ച് ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ തിരിച്ച് ഏൽപ്പിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്നോ ഡേ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി മൂടി പൊച്ച് കിടക്കുക. വേറെ ഇളകിയിട്ട് നല്ല വിശപ്പും ഉണ്ട്. എന്നിട്ട് സൂപ്പിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്, വന്നില്ല. അങ്ങനെ സൂപ്പൊക്കെ വന്ന് സൂപ്പ് കഴിച്ച് അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി സത്യത്തിൽ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളുടെ അപ്പുറത്തെ റൂമിൽ തന്നെയായിരുന്നു മുബിത്തയും ജാസും ഉണ്ടായിരുന്നത്. അവരുടെ അടുത്ത് പോയി കുറച്ച് സമയം സംസാരിച്ചിരുന്നു. പിന്നെ ഡിന്നറിനുള്ള ടൈമായി, ഡിന്നർ കഴിച്ചു.
പിന്നെ ഇന്ന് ഞങ്ങൾക്ക് DJ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പാട്ടും ഡാൻസും ഒക്കെ ആയി അടിച്ചു പൊളിച്ചു. ഇന്ന് ലാസ്റ്റ് ഡേയുമാണ്. നാളെ ഞങ്ങൾ തിരിച്ച് ആഗ്രയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഖുഷ് രഹിയേ, പ്യാർ ബാട്ടിയേ, ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ആൻഡ് ലൈക്കും ഷെയറും ചെയ്യുക.